സൗരോർജ്ജ ലേലം യഥാർത്ഥത്തിൽ വ്യാവസായിക മത്സര രംഗത്തെ തളർത്തുകയും അടുത്ത 25 വർഷത്തേക്കുള്ള ആയിരക്കണക്കിന് കോടി രൂപയുടെ സൗരോർജ്ജ വൈദ്യുതി കരാർ സുരക്ഷിതമാക്കുന്നതിന് അദാനി ഗ്രൂപ്പിന് അവസരമൊരുക്കുന്നതായിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയങ്ങൾ കൊണ്ടുവന്ന അസാധാരണ ലേല വ്യവസ്ഥകളും ഇളവുകളുടെ ഒരു പരമ്പരയും റിന്യൂവബിൾ എനർജി മന്ത്രാലയത്തിന് കീഴിലുള്ള സോളാർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും അദാനി ഗ്രൂപ്പിന് പുറമെ പ്രബലരായിട്ടുള്ള മറ്റ് 2 ടീമുകളുടെയും മാത്രമേ മത്സര രംഗത്തുണ്ടാവാൻ പാടുള്ളൂ എന്ന കാര്യത്തിൽ 2019 തന്നെ ഉറപ്പുവരുത്തിയിരുന്നു. വളരെ ദുർബലമായിട്ടുള്ള മത്സരമായിരുന്നിട്ടുകൂടി അനുവദനീയമായ ഉയർന്ന നിരക്കിൽ ലേലം വിളിച്ച് നവയുഗ എഞ്ചിനീയറിംഗ് ലജ്ജാകരമായി പരാജയപ്പെടുകയായിരുന്നു. സൗരോർജ്ജ പദ്ധതിയുടെ കരാറിനായിട്ട് മത്സരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് നവയുഗ ആന്ധ്രാപ്രദേശിലെ തുറമുഖം വിൽക്കാൻ അദാനി ഗ്രൂപ്പുമായി ആയിരക്കണക്കിന് കോടി രൂപയുടെ കരാർ ഒപ്പിടുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് നവയുഗയ്ക്ക് സൗരോർജ്ജ കരാർ നഷ്ടമാകുന്നത്. വൈദ്യുതി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഇടനിലയായി പ്രവർത്തിക്കുന്ന സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് വിറ്റ വില കൂടിയ സോളാർ പവർ വാങ്ങാൻ ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 2000 കോടിയിലധികം രൂപ കൈക്കൂലി നൽകാൻ അദാനി ഗ്രൂപ്പുമായി ചേർന്ന പദ്ധതിയിട്ടെന്ന US ആരോപണത്തിലൂടെ പ്രശസ്തമായിട്ടുള്ള അസ്യൂർ പവറാണ് മത്സര രംഗത്തെ മറ്റു താരം. കൈക്കൂലി വിവാദത്തിൽ സംസ്ഥാനതല രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരുടെയും പങ്കിനെക്കുറിച്ചാണ് ഇപ്പോൾ പൊതുചർച്ചകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അദാനി ഗ്രൂപ്പിന് അനുയോജ്യമായിട്ടുള്ള നിലയ്ക്ക് സോളാർ പവർ ലേലം ചെയ്തതിലും 4 ജിഗാവാട്ട് പദ്ധതികൾക്കായി ആദ്യ ലേലം വിളിച്ചിരുന്നിടത്ത് 8 ജിഗാവാട്ട് വൈദ്യുതി വിതരണത്തിന്റെ കരാറുകൾ ഉണ്ടാക്കിയതിലും കേന്ദ്ര സർക്കാരിന്റെയും SCECIയുടെയും പങ്ക് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ കാണിക്കുന്നുണ്ട്. മതിയായ നിയന്ത്രണമോ മേൽനോട്ടമോ കൂടാതെ സൗരോർജ്ജം ലേലം ചെയ്യാൻ വൈദ്യുതി മന്ത്രാലയം, റിന്യൂവബിൾ എനർജി മന്ത്രാലയം, SCCI എന്നിവയ്ക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള വിപുലമായ നയവിവേചന അധികാരം ഉപയോഗപ്പെടുത്തിയാണ് ഈ നീക്കമെന്നും രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. കരാറിലെ ഈ അപൂർവ വ്യവസ്ഥകൾ കാരണം അദാനിയും അസ്യൂറും ടെൻഡർ നേടിയ വിലയ്ക്ക് 25 വർഷത്തിനുള്ളിൽ അവർക്ക് 1.5 ലക്ഷം കോടി രൂപയുടെ ഉറപ്പായ വരുമാനം ലഭിക്കുമായിരുന്നു. ഇതിൽ അസ്യൂറിന്റെ വരുമാനത്തിന്റെയും ഇരട്ടിയോളമാണ് അദാനി ഗ്രൂപ്പിന് ലഭിക്കുന്നത്. 2011 മുതൽ നിർമ്മാതാക്കളിൽ നിന്ന് ലേലത്തിലൂടെ വൈദ്യുതി വാങ്ങുകയും സ്ഥാപനങ്ങൾക്ക് കമ്മീഷൻ വാങ്ങി വിൽക്കുകയും ചെയ്യുന്ന ഒരു ഇടനിലക്കാരനായാണ് SCCI പ്രവർത്തിച്ചു വന്നിരുന്നത്. വൈദ്യുതി മന്ത്രാലയം ടെൻഡർ വിളിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നിശ്ചയിക്കുന്നുണ്ട് എങ്കിലും റിന്യൂവബിൾ എനർജി മന്ത്രാലയം SCIക്കും ലേലത്തിന്റെ വിശദാംശങ്ങൾ എഴുതുന്നതിൽ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ലേലം വിളിക്കാൻ ശേഷിയുള്ള കമ്പനികൾക്ക് ഇതൊരു ആകർഷകമായ ഓഫറായിരുന്നു. കാരണം അടുത്ത 25 വർഷത്തേക്ക് വൻതോതിൽ വൈദ്യുതി വാങ്ങി സോളാർ ഘടക പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള ഒരു കമ്പനിയുടെ ചെലവ് ക്രോസ് സബ്സിഡിയായി നൽകുമെന്ന് SCCI വാഗ്ദാനം ചെയ്തിരുന്നു. ഇവർ SCCIക്ക് വിൽക്കുന്ന വൈദ്യുതിക്ക് അല്പം ഉയർന്ന വില നിശ്ചയിച്ച് ഒന്നല്ല അവരുടെ 2 ബിസിനസ്സുകളുടെയും ചിലവും ലാഭവും കവർ ചെയ്യാൻ അവർക്ക് ഈ പ്ലാൻ മാത്രം മതിയായിരുന്നു. അതിനാൽ ഫാക്ടറി വരുന്നതിന് മുമ്പ് തന്നെ നിരവധി എതിരാളികൾക്കൊക്കെ എതിരെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പൊതുവിപണിയിൽ മത്സരിക്കേണ്ടി വരുമെന്ന് നിർമ്മാതാവിന് കേന്ദ്ര സർക്കാർ തന്നെ സ്ഥിരമായ വരുമാന മാർഗം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. മറ്റൊരു സോളാർ മാർക്കറ്റ് നിരീക്ഷകരായ ബ്രിഡ്ജ് ടു ഇന്ത്യയും അദാനി ഗ്രൂപ്പിന് അനുകൂലമായി അവസാനിച്ച ഒരു കരാർ ഉറപ്പാക്കാൻ ഒരുങ്ങുന്ന സർക്കാർ തീരുമാനത്തിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലേലത്തിൽ അർത്ഥമില്ല എന്നാണ് ബ്രിഡ്ജ് ടു ഇന്ത്യ അഭിപ്രായപ്പെടുന്നത്. ഉയർന്ന വിലയ്ക്ക് അദാനിയും അസ്യൂറും ധാരണയിലെത്തിയ വൻതോതിലുള്ള വൈദ്യുതി വാങ്ങാൻ പക്ഷേ സംസ്ഥാന സർക്കാരുകളിൽ ആളെ കണ്ടെത്താൻ SCCIക്ക് കഴിഞ്ഞിരുന്നില്ല. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ചുമത്തിയ കുറ്റങ്ങൾ പ്രകാരം 2 സ്വകാര്യ സ്ഥാപനങ്ങളും SCCIയുമായി വൈദ്യുതി വാങ്ങിയാൽ കരാറിൽ ഒപ്പിടുന്നതിനായി സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 2000 കോടിയിലധികം രൂപയാണ് കൈക്കൂലി നൽകിയിരുന്നത്. കരാറുകളിൽ ഒപ്പുവെക്കുന്നതിലൂടെ സംസ്ഥാനങ്ങൾ അടുത്ത 2 ദശാംശത്തേക്കുള്ള വൈദ്യുതിയാണ് വാങ്ങുന്നത്. എന്നാൽ ഇവിടെ മുതലാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത്. കൽക്കരി ഖനികൾ പ്രവർത്തിപ്പിക്കാൻ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെ അവസരം ലഭിച്ചുവോ അതുപോലെ സൗരോർജ്ജ മേഖലയിലെ ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സോളാർ പവർ ജനറേറ്ററുകളെ പ്രോത്സാഹിപ്പിക്കുമെന്ന് SCCIയുടെ വാദവും സമാനമാണ്. മോദി സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ നീക്കം SCCI പറഞ്ഞിരുന്നു. പക്ഷേ ടെൻഡറിൽ നിശ്ചയിച്ചുള്ള വ്യവസ്ഥകൾ പ്രകാരം പവർ ജനറേറ്ററിന് ഇന്ത്യൻ സോളാർ പവർ ഘടകങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല എന്ന കാര്യം SCCI വിസ്മരിച്ചു. അദാനി ഗ്രൂപ്പിനെതിരെയും അസ്യൂറിനെതിരെയും US കുറ്റപത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന കൈക്കൂലി അഴിമതി ആരോപണങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും മറിച്ചൊരു വലിയ ശൃംഖലയുടെയോ പദ്ധതിയുടെ ഭാഗമാണെന്നും US അധികാരികളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. താരിഫ് കുറയ്ക്കുന്നത് കൂടാതെ ഈ വിവാദ ടെൻഡറിന് കീഴിലുള്ള അന്തിമ കരാറുകൾ തങ്ങൾക്ക് അനുകൂലമായ നിലയ്ക്ക് ലഭ്യമാകുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയർക്കും കൈക്കൂലി നൽകാൻ അദാനിയും അസ്യൂർ പവറും പദ്ധതി ഇട്ടിരുന്നതായിട്ടും US അധികൃതർ ആരോപിക്കുന്നുണ്ട്.
ഇതാണിപ്പോൾ ഏറ്റവും കൂടുതൽ വലിയൊരു രാഷ്ട്രീയ ചർച്ചയിലേക്കും പോകുന്നത്.